കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് ലോകത്ത് പല സ്ഥലങ്ങളിലും വലതുപക്ഷ നേതാക്കൾ വളരെ ശക്തപ്പെടുന്നുണ്ട്. ഫാർ റൈറ്റ് മൂവ്മെൻറ്റ്സ് വളരെ പോപ്പുലർ ആവുന്നു എന്ന് മാത്രമല്ല, അവർ പല സ്ഥലങ്ങളിലും അധികാരത്തിലെത്തുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് USA ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ, ഇറ്റലി ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ. എന്തുകൊണ്ട് സംഭവിക്കുന്നത് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. കാരണം സ്റ്റീവൻ പിങ്കർ പോലുള്ള ഒരു സാമൂഹിക ചിന്തകരൊക്കെ പറഞ്ഞ ലോകം വളരെ മെച്ചപ്പെട്ട നിലയിലാണ്. തീവ്രവാദം കൊണ്ട് ഏറ്റവും കുറവ് ആളുകൾ മരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. പട്ടിണി കൊണ്ട് ഏറ്റവും കുറവ് ആളുകൾ മരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്ത്രീ സ്വാതന്ത്ര്യമുള്ള സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ന്യൂക്ലിയർ ആംസ് കുറയുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് എങ്ങനെയാണ് ഈ റൈറ്റ് വിങ് നേതാക്കൾ അധികാരത്തിൽ വരുന്നത്? ഇത് ഈ മൂവ്മെൻറ്റ് തുടങ്ങിയപ്പോൾ ആളുകൾ പറഞ്ഞിരുന്നത് അത് കുറച്ച് റേസിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, കുറച്ച് സീനോഫോബിക് ആയിട്ടുള്ള ആളുകൾ, കുറച്ച് സ്ത്രീ വിരുദ്ധർ, ആൻറ്റി ട്രാൻസ് ആയിട്ടുള്ള ആളുകളുടെ മൂവ്മെൻറ്റാണ്, അവരാണ് ഇവരെ വോട്ട് ചെയ്യുന്നത് എന്നൊക്കെയാണ്.